നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വൈകുന്നേര സമയത്ത് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിക്കുന്നു. परमेश्वर नाम पर सबको मेरा नमस्कार. ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സന്ധ്യാസമയത്തെ കാണുന്നത്. आज ये संध्या समय बहुत एक धन्य समय बोलकर मैं सोच रहा हूँ. വളരെ സന്തോഷം നിങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ ഈ നിലയിൽ കാണാൻ കഴിയുന്നതിൽ, നിങ്ങളോടുകൂടെ ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. प्रभु जी यीशु मसीह में आप लोगों को देखकर मैं बहुत खुशी हूँ और इस सहभागिता में भाग लेने के लिए मुझे भी जो अवसर मिला है, इसलिए मैं प्रभु को भी धन्यवाद देता हूँ. കഴിഞ്ഞ 29-ാം തീയതിയാണ് കേരളത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേര് YMFൻ്റെ പ്രവർത്തനമായിട്ട് ഈ സ്ഥലത്ത് വന്നത്. ये दो भाई लोग पिछला महीना 29 को प्रभु का सुसमाचार प्रचार करने के लिए YMF की तरफ से ये नवरंगपुर डिस्ट्रिक्ट में आया था. ഇന്നലെ ഉച്ചയോടുകൂടെ ഞങ്ങളുടെ പ്രവർത്തനം ഏകദേശം 202 ഗ്രാമങ്ങൾ കടന്നു ചെന്ന് സുവിശേഷം പറയുവാൻ, അതുപോലെ ഓപ്പൺ എയർ നടത്തുവാൻ, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. पिछले एक महीने के अंदर नवरंगपुर एरिया में 202 गाँवों में जो प्रभु का सुसमाचार प्रचार करने के लिए प्रभु ने सहायता किया. ആക്ച്വലി എനിക്ക് ഈ രാത്രി ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ സമയം എൻ്റെ മുമ്പിൽ അനുവദിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ദൈവവചനം കേൾക്കാനുള്ള മനസ്സോടുകൂടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി മുഖവര പറഞ്ഞ സമയം ഞാൻ കളയുന്നില്ല. एक्चुअली मेरा आग्रह है कि बहुत कुछ विषय आप लोगों के सामने रखने के लिए, लेकिन समय का अभाव के कारण मैं प्रभु का वचन की ओर, आप लोग प्रभु का वचन सुनने के लिए इच्छुक होकर बैठा हुआ है, इसलिए प्रभु का वचन की ओर मैं जा रहा हूँ. ഇന്ന് ഇവിടെ സംസാരിക്കേണ്ടത് ഞങ്ങളുടെ ടീമിനെ നയിക്കുന്ന ടീം ലീഡറാണ് ബ്രദർ സാംജി. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വാഹനത്തിൻ്റെ കുറച്ച് മെയിൻ്റെനൻസ് വർക്കുമായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിൻ്റെ പ്രവൃത്തിയിലാണ്. जो YMF का जो टीम लीडर जो है ब्रदर साम जो है, गाड़ी का कुछ रिपेयर वगैरह काम कराने के लिए जो गया है, लेकिन आया नहीं. और भाई आज आप लोगों के सामने खड़े हैं. ഇവിടെ വന്നതിന് ശേഷം ഞാൻ മറ്റൊരു ഭാഷയിലാണ് ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് വളരെ സന്തോഷമുണ്ട്. മലയാളത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിൽ ഞാൻ എൻ്റെ ഭാഷ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. पिछले एक महीना अन्य भाषा नहीं, दूसरा भाषा में जो प्रभु का वचन दे रहा था, लेकिन आज ऐसा एक मौका मिला है. खुशी का बात है कि मलयालम से प्रभु का वचन देने के लिए. ആൻഡ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞൊരു കാര്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങളെല്ലാവരും മലയാളം പഠിക്കണമെന്നുള്ളതാണ്. मेरा एक आग्रह है कि आप लोग सभी लोग जो मलयालम सीखना है. അതിനൊരു കാരണമുണ്ട്. उसके एक कारण है. നമ്മൾ സ്വർഗത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. प्रभु का चिंता है, विचार है कि हम लोग जब स्वर्ग जाएंगे वहाँ पे मलयालम भी बात करेंगे. റൈറ്റ്? കർത്താവ് സഹായിക്കട്ടെ. ഈ സന്ധ്യയിൽ ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തെ നിശ്ചയമായിട്ടും തകർത്ത് കളഞ്ഞു. പ്രിയ സന്ധ്യാനിയുടെ ചോദ്യമാണ്. आज रात के समय प्रिया सन्नी सिस्टर के जो साक्षी द्वारा एक बहुत बड़ा एक सवाल मेरे सामने उठा है. എന്നോട് ചോദിച്ചത് YMFൻ്റെ പ്രവർത്തനമായിട്ടൊക്കെ വന്നു, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഈ സ്ഥലത്ത് വീണ്ടും നിങ്ങൾക്ക് ഈ സ്ഥലത്ത് പ്രവർത്തിക്കാനായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഹൃദയത്തിലുണ്ടോ? सिस्टर का एक सवाल था कि आप लोग YMF की तरफ से इस स्थान पर जो प्रभु का सुसमाचार प्रचार करने के लिए ओपन एयर मीटिंग के लिए आया है, आप लोगों का कोई इरादा है कि यही स्थान पर जो है रुककर प्रभु का सेवा करने के लिए? വാസ്തവത്തിൽ ആ ചോദ്യം എൻ്റെ ഹൃദയത്തിലേക്കാണ് തറച്ചത്. വാസ്തവത്തിൽ ഞാൻ മറുപടി പറഞ്ഞില്ല. एक्चुअली वो सवाल मेरा हृदय को टच किया है, बल्कि उसको उत्तर मैं दिया नहीं हूँ. അല്പമായ കുറ്റബോധം വാസ്തവത്തിൽ ആ ചോദ്യത്തിന് മുൻപിൽ എനിക്കുണ്ട്. और एक ऐसा एक महसूस मुझे हो रहा है कि कुछ मिस्टेक मेरी तरफ से हुआ है, कोई गलती हुआ है बोल के. പറയാനുള്ള കാരണം, വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 97 വരെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത ആളാണ്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയോടുകൂടെ. आप सब जानते हैं ऑपरेशन मोबिलाइजेशन के टीम के साथ प्रिय भाई जो है 1997 तक जो है सेवा किया है.
അന്ന് ഞാൻ नॉर्थ इंडिया में। ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. തിരിച്ച് കേരളത്തിലേക്ക് പോകണമെന്ന് ഒരാഗ്രഹവും വാസ്തവത്തിൽ അന്ന് ഹൃദയത്തിലുണ്ടായിരുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന വലിയ ആഗ്രഹം അന്ന് ഹൃദയത്തിലുണ്ടായിരുന്നു. उसी समय एक युवा अवस्था में था या बालक अवस्था में था, लेकिन वहाँ पे ये नॉर्थ इंडिया में सेवा करने का एक आग्रह प्रिय भाई का दिल में था. അന്ന് OM ടീം ലീഡ് ചെയ്യുന്ന സമയത്ത് ഒറീസയിലേക്ക് വരണം എന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് അതിന് സാധിച്ചില്ല. उस समय बहुत आग्रह था प्रिय भाई को यही स्थान पर उड़ीसा में आने के लिए, लेकिन वो आग्रह पूरा नहीं हुआ. തിരിച്ച് കേരളത്തിലേക്ക് പോയി നീണ്ട 30 വർഷം ഞാൻ കേരളത്തിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വന്നു. उसके बाद वहाँ लौट कर जो केरल गए और करीब 30 वर्ष वहाँ केरल में रहा प्रभु का सेवा में. ആൻറ്റിയുടെ വൈകുന്നേരത്തെ ചോദ്യം ഒരു കുറ്റബോധത്തിൻ്റെ വൈകുന്നേരമായി എൻ്റെ ജീവിതത്തെ മാറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. प्रिया बहन का जो साक्षी मेरा जीवन को थोड़ा बदलावट हुआ बोल कर मैं समझता हूँ. ഈ സഭയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ ജീവിതം ദൈവമായ നൽകുന്നെങ്കിൽ അത് നോർത്ത് ഇന്ത്യയിൽ വരാനും പ്രവർത്തിക്കാനും വേദിയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. आप लोग के सम्मुख ये स्थान पर मैं खड़े होकर ये कहने के लिए चाहूँगा कि अगर प्रभु का अगर इच्छा है तो मैं यही स्थान पर या नॉर्थ इंडिया में आकर प्रभु का सेवा करने के लिए मैं चाहता हूँ. ഒന്നും ചെയ്യാനായിട്ട് വാസ്തവത്തിൽ സാധിച്ചിട്ടില്ല. 202 ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഒന്നും ദൈവം മുൻപാകെ പുകഴാനായിട്ടില്ല. കാരണം നമ്മൾ വായിക്കുന്നു, വേലയധികം വേലക്കാരെ ചുരുക്കം. पिछले 1 महीने के अंदर 202 गांव जो है हमें प्रभु का सुसमाचार प्रचार किया. एक्चुअली कुछ भी नहीं, तो इसलिए अधिक प्रभु का सेवा यही स्थान पर करने के लिए है. എങ്കിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങൾ നാളെ രാവിലെ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നു. വീണ്ടും 2 സഹോദരന്മാർ അടുത്ത വർക്കിന് വേണ്ടി ഈ കൊരാപ്പൂർ ജില്ലയിൽ പ്രവർത്തിക്കാനായിട്ട് വരികയാണ്. भाई लोग अभी कल यहाँ से जा रहे केरल, और 2 भाई लोग जो है वहाँ से केरल से आएंगे जो कोरापुट डिस्ट्रिक्ट के अंदर, और जो ओपनर मीटिंग प्रभु का सेवा करने के लिए. നിശ്ചയമായിട്ടും എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖമുണ്ടായിരിക്കും. പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യും. തിരിച്ചും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. निश्चय है कि आप लोगों का सभी का चेहरा मेरा दिल में है और आप लोगों के लिए प्रार्थना मैं करते रहूँगा. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ രാത്രിയിൽ അല്പനേരത്തെ വചനം, എനിക്കറിയാം നിങ്ങൾ വളരെ നന്നായി ദൈവവചനം അഭ്യസിക്കുന്ന ആളുകളാണ്, വചനം പഠിക്കുന്ന ആളുകളാണ്. പ്രിയ സണ്ണിച്ചായനെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നിരുന്നാലും പ്രിയാൻ്റിയുടെ സാക്ഷ്യം ഇവിടെ നടന്ന വേലയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം എൻ്റെ ഹൃദയത്തിൽ ലഭിച്ചു കഴിഞ്ഞു. संक्षिप्त रूप में कुछ कहने के लिए चाहूँगा, क्योंकि आप लोग सब जो है प्रभु का वचन अच्छी तरह जानते हैं, और प्रभु प्रिया बहन के जो साक्षी द्वारा हमें मालूम हुआ कि यही स्थान पर बहुत सेवा हुआ है बोल के. മാത്രമല്ല എൻ്റെ പ്രിയ സഹോദരന്മാർ പലരും കേരളത്തിൽ ദൈവവചനം പഠിച്ചവരാണ്. അവർ ആ നിലയിൽ ഈ സ്ഥലം സഭയെ നയിക്കാനായിട്ട് പ്രാപ്തരാണ് ഞാൻ വിശ്വസിക്കുന്നു. उतना नहीं, कई हमारा भाई लोग जो है केरल में बाइबल स्कूल में पढ़कर ये स्थान पर आया है. ज़रूर उन लोग, मेरा पूर्ण निश्चय है कि उन लोग जो है प्रभु का सेवा ये स्थान पर रहकर कर सकते हैं. ഒരു മലയാളി ട്രാൻസ്ലേറ്റർ ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ വചനത്തിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കറിയാം തണുപ്പാണ്, ഉറക്കം വരാനൊക്കെ സാധ്യത ഏറെയാണ്. ഒരു കുഞ്ഞു കഥ, ചെറിയ കഥ നമ്മളെ ഉണർത്താനായിട്ട് സാധ്യതയുണ്ട്. मैं एक छोटा सा कहानी आप लोगों के सामने रखने के लिए चाहूँगा. ഒരിക്കൽ ഒരു സ്കൂൾ മൈതാനത്ത് ക്രിക്കറ്റ് കളി പുരോഗമിക്കുകയാണ്. और एक जगह पर एक मैदान में प्लेग्राउंड में एक क्रिकेट खेल चल रहा था. അവിടുത്തെ കളിക്കാരെന്ന് പറയുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. वहाँ के जो खेलने वाले जो है अध्यापक और चिल्ड्रन स्टूडेंट्स. ബാറ്റ് ചെയ്യുന്നത് അധ്യാപകര്, ബൗൾ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ. बैट जो करता है वो अध्यापक है और बॉलिंग जो है वो विद्यार्थी लोग. കളി പുരോഗമിക്കുകയാണ്, നന്നായിട്ട് കളി തുടരുന്നു. आगे बढ़ते जा रहा है जो खेल. ഈ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ എറിയുന്ന ഒരു ബോൾ പോലും അധ്യാപകർക്ക് നേരെ ബാറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതെല്ലാം പിച്ചിൽ കുത്തി അതിങ്ങനെ പൊങ്ങി അധ്യാപകരുടെ തലയ്ക്ക് മീതെ പോവുകയാണ്.
और ये जो बच्चे लोग जो है बॉलिंग करते हैं वो कभी भी जो उनका स्थान पर ना लेकर जो ऊपर के उठकर चले जा रहे थे। അദ്ദേഹം പറഞ്ഞു, എടാ മക്കളുടെ ഒറ്റ ബോൾ പോലും ഞങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നില്ല, ഒരു ബോളെങ്കിലും നീ നേരെ എറിഞ്ഞ് ഞങ്ങൾ അതൊന്ന് അടിക്കട്ടെ എന്ന് പറഞ്ഞു. और अध्यापकों ने कहा कि तुम एक बॉल भी जो है हमारे पास नहीं आ रहा है, एक सही रीति से मारो ताकि हम उसको जो है मार सके। നിങ്ങളുടെ ബോളുകളെല്ലാം എൻ്റെ തലയ്ക്ക് മീതെയാണ് പോകുന്നത്. तो जो भी बॉल करते हैं वो सिर के ऊपर से जा रहे हैं। അപ്പോൾ അതിലൊരു വിദ്വാൻ, ഒരു കുസൃതിക്കുട്ടി ഇങ്ങനെ ഉത്തരം സാറിനോട് പറഞ്ഞു. और उसमें इसके चालाक लड़का इस प्रकार कहा, സാറേ ഇത് തന്നെയാണ് ക്ലാസ് മുറിയിൽ സംഭവിച്ചത്. സാറ് പഠിക്കുന്ന ഒറ്റ പാഠം പോലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എല്ലാ പാഠങ്ങളും എൻ്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ പോവുകയായി. इसी सेम वे जो है आप जो अध्यापकों को कहा है कि सेम वे आप लोग जो शिक्षा दे रहा है क्लास में, वैसे ही जो है जैसे बॉल जैसे फेंक रहा है वैसे ही आप लोगों का शिक्षा जो मेरे सिर पे ऊपर जा रहा है, अंदर नहीं जा रहा है। ആമേൻ. നമ്മൾ ധാരാളം ദൈവവചനം കേൾക്കുന്നവരാണ്. ഒരു പക്ഷേ നമ്മുടെ കേൾവി നമ്മുടെ ഹൃദയത്തിലേക്ക് ആകാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവവചനം ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. കേൾക്കുന്ന ഒരു വചനവും നഷ്ടപ്പെടാതെ നമുക്ക് അത് കേൾക്കാം. ഇത് കേൾക്കാൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. और आज का जो वजन जो ऐसा ना हो कि ऊपर से चले जाए, हमारे हृदय के अंदर है, उसी के लिए मदद करें और प्रार्थना सहित हम बैठे। ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. आजकल मैं जो चिंता करता हूँ वो और कुछ नहीं, हमारा आत्मीय जीवन के बारे में। ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതമാണ് നമ്മുടെ ആത്മീയ ജീവിതം. दुनिया में सबसे बड़ा इम्पोर्टेंट जो विषय है आत्मीय जीवन मनुष्य का। ആത്മീയ ജീവിതത്തിനു വേണ്ടി വില കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. आत्मीय जीवन के लिए धाम देना वो बहुत बड़ा एक विषय है। മറ്റേത് ജീവിതത്തെക്കാളും ജീവിത സൗകര്യത്തെക്കാളും അപ്പുറം ദൈവം തന്നിരിക്കുന്ന ആധ്യാത്മിക ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. और सबसे बढ़कर आत्मीय जीवन का उसके लिए जो रहना, उसके लिए धाम देना बहुत आवश्यक विषय है। വേദപുസ്തകത്തിൽ ആത്മീയ ജീവിതത്തെ പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആത്മീയ ജീവിതം മരുഭൂമി യാത്രയ്ക്ക് സമമാണ്. आत्मीय जीवन के बारे में पवित्र शास्त्र में विषय लिखा हुआ है और मरुभूमि यात्रा को तुलना करके जो हम देख सकते हैं। അതുകൊണ്ടാണ് നമ്മുടെ പല ആത്മീയ ഗാനങ്ങളും ഈ മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ളതാണ്. इसलिए हमारा अधिकांश जो गीत जो बनाया है वो मरुभूमि की तुलना करके जो गीत रचा है। എനിക്കറിഞ്ഞുകൂടാ, മലയാളത്തിൽ ഒന്നിലധികം ധാരാളം ഗാനങ്ങൾ ഈ ജീവിതം മരുഭൂമിയാണ്, മരുഭൂയാത്രയാണ് എന്ന് പറഞ്ഞ ഒത്തിരി ഗാനങ്ങളുണ്ട്. എനിക്കറിഞ്ഞുകൂടാ ഒഡിയ ഭാഷയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. उड़िया में इस प्रकार का गीत है कि नहीं पता, मालूम नहीं है, लेकिन मलयालम में कई जो है गीत ऐसा जो बनाया है कि हमारा जीवित यात्रा एक मरुभूमि के बराबर है। वो चिंता के सहित अनेक गीत नाम सुन सकते हैं। ഒരു പക്ഷേ സണ്ണിയാൻഡിയൊക്കെ പാടാൻ സാധ്യതയുള്ള പാട്ടുണ്ട്. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. ആൻറ്റി ആ പാട്ട് അറിയാം. നമുക്ക് അത് ഒരു 4 ലൈൻ മാത്രം ഒന്ന് പാടാൻ കഴിഞ്ഞാൽ ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രിയാഗ്നിതുണ എന്നെ ദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നിതുണ എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. Can translate please? वो जो मरुभूमि यात्रा में प्रतिसंधि बहुत होगा, उस प्रतिसंधि को हमें पार करके यात्रा, वही है ये गीत का सारांश है। എനിക്കറിഞ്ഞുകൂടാ എത്ര ആളുകൾ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് എത്രമാത്രം കാര്യക്ഷമമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇത് നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ വിലപ്പെട്ട ജീവിതമാണ്.
ये जो आत्मीय जीवन का बारे में कितने लोग इतना गौरव सहित चिंता किया है मुझे मालूम नहीं है, लेकिन बहुत एक विशेष स्थिति है एक व्यक्ति के जीवन में आत्मीय जीवन। മരുഭൂമി നമുക്കറിയാം ഒട്ടും അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യങ്ങളാണ്. मरुभूमि बोलने से उसके लिए कोई जीवित यात्रा करने के लिए कोई अनुकूल स्थिति नहीं है। അവിടെ നമുക്ക് പ്രയാസങ്ങളുണ്ട്, അവിടെ പ്രതികൂല കാറ്റേറയുണ്ട്, വൈതരണികളുണ്ട്, അവിടെ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ള സാഹചര്യങ്ങളുണ്ട്. मरुभूमि जीवन मतलब उसमें रहने के लिए बहुत कठिन विषय है, उसी में जो यात्रा करना भी कठिन विषय है। ऐसा एक यात्रा में है, मरुभूमि यात्रा में है विश्वासी लोग। എത്ര പേര് എൻ്റെ ആത്മീയ ജീവിതം ഈ മരുഭൂമിയിലാണ് ഞാൻ നയിക്കുന്നത്, സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത ജീവിത പരിസ്ഥിതിയിലാണ് എൻ്റെ ജീവിതം ഞാൻ നയിക്കുന്നത് എന്ന് എത്ര പേർക്ക് ഈ രാത്രിയിൽ നിശ്ചയമായിട്ട് ബോധ്യമുണ്ട്? कितने लोग आज दृढ़ निश्चय के साथ बता सकते हैं कि मेरा जीवन एक मरुभूमि यात्रा में है बोलकर कह सकते हैं? ഇന്ന് രാത്രിയിൽ ഈ മരുഭൂമിയിലൂടെ ഒന്ന് യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. इस मरुभूमि से एक बार आज रात के समय थोड़ा यात्रा करने के लिए चाहता हूँ. മാത്രമല്ല മരുഭൂമിയെ ബന്ധപ്പെട്ട് 4 വിധത്തിലുള്ള ആളുകളെയും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. मरुभूमि की तुलना करके 4 लोगों के बारे में भी हम चिंता करें. ഈ 4 വിധ ആളുകൾ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ये 4 लोग मरुभूमि यात्रा सहित जो तुलना करके उस संबंध में रहने वाले 4 लोग हैं. ഈ 4 ആളുകളെ നാം പഠിക്കുമ്പോൾ എവിടെയാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്, നാം നിൽക്കുന്ന ഗ്രാഫ് എവിടെയാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ये 4 लोगों के बारे में हम चिंता करने के लिए जा रहे हैं. उस समय यही हमें सोचना है कि इसमें हम कौन सा एरिया में कौन सा जगह पर हम है. വളരെ വേഗത്തിൽ എനിക്ക് 4 പേരെ പരിചയപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ये 4 जितने जल्दी जो ये 4 लोगों के बारे में थोड़ा बताकर मैं समाप्त करने के लिए चाहूँगा आज का मेरा संदेश. ഒന്നാമത്തെ ആളുകൾ ബൈബിൾ പറയുന്നത് മരുഭൂമിയിൽ വീണുപോയ കുറച്ച് ആളുകൾ. मरुभूमि में गिरा हुआ कुछ लोग. എബ്രായ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം അത് നാം എങ്ങനെയാണ് വായിക്കുന്നത്? അവർ മരുഭൂമിയിൽ വീണുപോയി. എബ്രായ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ആദ്യ ഭാഗം. और उसने किनसे शपथ खाई कि तुम मेरे विश्राम में प्रवेश करने ना पाओगे, केवल उसने जिन्होंने आज्ञा ना मानी. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. അവിടെ നാം ശ്രദ്ധിക്കുന്നത് മരുഭൂമിയിൽ വീണുപോയ കുറെ കൂട്ടർ. मरुभूमि में गिरा हुआ कुछ लोग. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ വേദഭാഗം എബ്രായ ലേഖനം എഴുതുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്, വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്ക് വേണ്ടിയാണ്. വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ വിശ്വാസത്തിൽ നിന്ന് അവര് പുറകോട്ട് പോകുന്ന ആ സമയത്ത് എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ये इब्री पत्री जो लिखा है, इसका पीछे क्या है कि ये जो यहूदी लोग जो विश्वास में आया उन लोगों के लिए लिखा हुआ है. उसमें कुछ लोग जो है आकर विश्वास करने के बाद पीछे की ओर चले गया, उस समय उन लोगों के लिए लिखा हुआ है इब्री पत्रिका. 1-ാം നൂറ്റാണ്ടിൽ കർത്താവിന്റെ രക്ഷയിലേക്ക് സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വന്ന ധാരാളം ആളുകൾ യഹൂദ മതത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന പ്രവണത അന്നുണ്ടായിരുന്നു. पहले जो है जो लोग यहूदियों से जो है विश्वास में आया है, उन लोग कई लोग वापस चले गया उसी समय. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ അത് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആകയാൽ ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കാനായിട്ട് പാടില്ല. और इसलिए ये दूसरे अध्याय में लिखा हुआ कि इतना बड़ा उद्धार को जो है हमें अवहेलना नहीं करना चाहिए. കാരണം ഇത് വലിയ രക്ഷയാണ്, ഇത് വലിയ രക്ഷയാണ്. और ये रक्षा जो है ये उद्धार जो बहुत बड़ा उद्धार है, बहुत बड़ा रक्षा है, उद्धार है. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധിക്കണം. और पहला पद में दूसरा अध्याय पहला पद में इस प्रकार लिखा है कि इस कारण चाहिए कि हम उन बातों पर जो हमने सुनी है
और भी मन लगाए, ऐसा ना हो कि बहकर उनमें दूर चले जाए। എന്താണോ നാം കേട്ടത് അത് അധികം ശ്രദ്ധയോടെ ഹൃദയത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതാകുന്നു. जो लोग हमें सुने हैं उसको बहुत श्रद्धा सहित हृदय में रखना बहुत आवश्यक है। നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നാം വല്ലപ്പോഴും ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. और अगर हम श्रद्धा सहित इस विषय को हमें हृदय में नहीं रखेगा तो बहकर जाने का एक चांस है। അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് 3-ാമത്തെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കുറെ ആളുകൾ മരുഭൂമിയിൽ വീണുപോയി. और उन लोग जो श्रद्धा सहित सुनकर और उसी में दृढ़ ना रहे, उन लोग मरुभूमि में गिरा है बोलकर 3रे अध्याय में हम पढ़ सकते हैं। പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ വീണുപോയ ആളുകൾ അവിശ്വാസികളായ ആളുകളല്ല. और जो मरुभूमि में जो गिरे हैं उन अविश्वासी लोग नहीं, यहूदियों से जो विश्वास होकर आए हुए लोग हैं। നാം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവരെല്ലാവരും ചോരത്തളിയും യാഗവും കഴിച്ച് അവർ അവിടെ ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. जो इस्राएल लोगों के बारे में पुराना नियम में पढ़ सकते हैं कि जो है निर्गमन पुस्तक में लिखा हुआ है कि इन लोग रक्त द्वारा उद्धार पाकर जो विश्राम से बाहर आए हुए लोग हैं। അതുകൊണ്ടാണ് സങ്കീർത്തനം 50-5-ാമത്തെ വാക്യം നാം വായിക്കുന്നത്, ആകയാൽ എന്നോട് യാഗം കഴിച്ച് നിയമം ചെയ്ത ആളുകളെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. इसीलिए भजन संहिता 50 अध्याय में इस प्रकार लिखा है कि जो लोग बलि द्वारा मेरे पर विश्वास किया उन लोग मेरे सामने आ जाओ। നാം ദൈവത്തോട് യാഗം കഴിച്ച നിയമം ചെയ്ത ആളുകളാണ്. हम लोग बलि में विश्वास करके प्रभु के निकट आए हुए लोग हैं। അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നേർന്നു പോയി, എനിക്ക് പിന്മാറിക്കൂടാ. मैं सीधा जो आया हूं और मैं वापस कभी नहीं जा सकता। നാം ഓരോരുത്തരും ദൈവം മുൻപാകെ തീരുമാനമെടുത്ത ആളുകളാണ്, കർത്താവിനോട് ഇറങ്ങിയ ആളുകളാണ്, എനിക്ക് പിന്മാറിക്കൂടാ. हमें प्रिय भाई और बहनों, हमें पूरा प्रभु के ओर आकर निर्णय लिया है, हम कभी भी वापस की ओर देखना नहीं, वापस की ओर जाना नहीं। ഇവിടെ നാം വായിക്കുന്നത് ദൈവം മുൻപാകെ ഇറങ്ങിയ ആളുകൾ കുറെ പോയി മരുഭൂമിയിൽ വീണുപോയി. और यहाँ भी हम देख सकते हैं कि जो लोग प्रभु के निकट आया है, विश्वास किया है, विश्वासी लोग और मरुभूमि में गिर गया। പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് വീണുപോകാൻ സാധ്യതയുള്ള ഒരു മണ്ണാണ്. इसलिए हमें बहुत ध्यान ये समझना चाहिए कि ये जो जगह में जो रहता है, जो मरुभूमि गिरने का पूरा चांसेस है। അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കട്ടെ. इसलिए प्रेरित पौल कहता है कि जो लोग खड़े हैं, जो विश्वास में है, दृढ़ है, वो लोग गिरना ना जाए, उसी के लिए ध्यान रखना। കുറെ ആളുകൾ ചിന്തിക്കുന്നത്, ഞാൻ വീഴുകയില്ല, ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോകും. തെറ്റായ ധാരണയാണ്. और कुछ लोग ये सोचते हैं, मन में ये सोचते हैं कि मैं तो खड़ा हूं और मैं कभी गिरेगा नहीं। നമുക്കറിയാം, ഇറങ്ങിയ പലരും ഇന്ന് ഈ മരുഭൂമിയിലില്ല, പലരും വീണു പോയിട്ടുണ്ട്. और आज अनेक लोग हम देख सकते हैं कि जो लोग प्रभु का विश्वास किया के विश्वास में दृढ़ होकर रहा है, लोग आज विश्वास में नहीं है, पीछे की ओर चले गए। വീരന്മാരായി ശോഭിച്ച പലരും ഈ മണ്ണിൽ വീണു പോയിട്ടുണ്ട്. अनेक लोग बहुत प्रभु ने जो उपयोग किया हुआ, इस्तेमाल किया हुआ लोग आज इस मिट्टी में गिर गया है नीचे। അതുകൊണ്ട് ദാവീദിന്റെ പുസ്തകം നാം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, വീരന്മാർ പട്ടുപോയത് എങ്ങനെ, നാം അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. भजन संगीता में इस प्रकार हम देख सकते हैं कि जो वीर लोग, जो धीर लोग, जो प्रभु के लिए जो खड़ा हुआ लोग कैसे फट गए, कैसे नीचे हो गए, कैसे नाश हो गया। പ്രിയരെ, ഒത്തിരി പേര് വീണുപോയ, ഒത്തിരി പേര് തകർന്നു പോയ ഒരു സ്ഥലത്താണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. ये बहुत ध्यानपूर्वक हमें विचार करना है कि जो अनेक लोग, हमसे भी बड़े लोग, विश्वास में स्थिर रहने वाले लोग नीचे गिरा हुआ मिट्टी में आज हमें मरुभूमि में हम हैं। അതുകൊണ്ട് ബൈബിൾ പറയുന്നു, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടുകൂടി കഴിക്കണം. और तुम्हारा जो आयुष जो बहुत भय के साथ हमें सामना करना है। കാരണം ധാരാളം ആളുകൾ വീണുപോയ മണ്ണാണ്, വീണുപോയ മരുഭൂമിയാണ്. ഇവിടെ അല്പം പ്രയാസമാണ് മുൻപോട്ട് പോകാൻ. अनेक लोग गिरा हुआ एक इस मरुभूमि में बहुत श्रद्धा सहित एक अपाय सूचन जैसे हमें ये मरुभूमि में, ये मिट्टी में हमें रहना है। ഒന്നാമത്തെ ആളുകൾ വീണുപോയ കുറെ ആളുകൾ ഈ മരുഭൂമിയിൽ. और कुछ लोग अभी जो हमने चिंता किया है, कुछ लोग जो गिरा हुआ लोग जो मरुभूमि में गिर गया। ജീവിതത്തിൽ ഒരു മരുഭൂമിയുണ്ട്, അതിൽ വീഴരുത്, വീണാൽ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. बहुत ध्यान पूर्वक एक देखना है कि हमारे जीवन में एक मरुभूमि है, उस मरुभूमि में हमें गिरना नहीं।
കുറെ ആളുകളുടെ പാദങ്ങൾ ഈ അന്ധകാര പർവ്വതത്തിൽ തട്ടി ഉടഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. और अनेक लोग ये स्थान पर गिरकर प्रभु से अलग हो गया है. ऐसा एक मरुभूमि में हम रहते हैं. മരുഭൂമിയിൽ വീഴുന്നത് മറ്റെവിടെയും വീഴുന്നത് പോലെയല്ല. मरुभूमि में जो गिरेगा अन्य जगह पर जो गिरते हैं वैसा नहीं है. അവിടെ വീണാൽ പിന്നീട് രക്ഷപ്പെടാനായിട്ട് സാധ്യത വളരെ കുറവാണ്. एक बार हम गिरे हैं वहां से उठना बहुत मुश्किल है. ശ്രദ്ധിക്കുക, നാം നിൽക്കുന്നത് മരുഭൂമിയിലാണ്. बहुत श्रद्धा से सुनिएगा, हम लोग जो खड़े हैं, जो बैठे, जो विश्वास में रह रहे हैं, वो मरुभूमि में है. രണ്ടാമത്തെ ആളുകൾ और दूसरा लोग മരുഭൂമിയിൽ തള്ളിയിടപ്പെട്ട കുറെ ആളുകൾ, മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞ കുറെ ആളുകൾ. जो मरुभूमि में और एक ग्रुप लोग है जो मरुभूमि में धक्का देकर गिरा दिया हुआ एक मरुभूमि. 1 കൊരിന്ത്യർ 10-5 വാക്യം. पहला कोरिन्थी chapter 10 verse 5. 10 अध्याय उसका 5वां पद. Please read that word. First Corinthians chapter 10 verse 5. ତଥାପି ସେମାନଙ୍କ ମଧ୍ୟରୁ ଅଧିକାଂଶ ଠାରେ ଈଶ୍ୱରଙ୍କ ସନ୍ତୋଷ ନଥିଲା, ତେଣୁ ସେମାନେ ପ୍ରାନ୍ତରରେ ମଲେ। ଏ ସମସ୍ତ କଥା ଯେ ତୁମମାନେ ଅଜ୍ଞାତ ଥାଅ, ଏହା ମୋର ଇଚ୍ଛା ନୁହେଁ। See verse 5. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, കുറെ ആളുകളെ മരുഭൂമിയിൽ ദൈവം തള്ളിക്കളഞ്ഞു. और यहाँ पे इस प्रकार लिखा है कि परंतु परमेश्वर उनमें के बहुत से प्रसन्न न हुआ, इसलिए वे जंगल में गिरा दिया. എന്താ വ്യത്യാസം? ഒന്നാമത്തെ ആളുകൾ കുറെ പേര് വീണുപോയ ആളുകളാണ്. രണ്ടാമത്തെ വ്യത്യാസം, ദൈവം കുറെ ആളുകളെ തള്ളിക്കളഞ്ഞു. और पहला जो ग्रुप में जो लोग हमने चिंता किया, उन लोग जो लोग जो है गिरे थे, लेकिन अभी जो हम देख सकते हैं परमेश्वर ने कुछ लोगों को गिरा दिया. വീഴുന്നത് സ്വന്തമായുള്ള കാര്യമാണ്, എന്നാൽ തള്ളിക്കളയുന്നത് സംബടി ആരെങ്കിലും നമ്മളെ തള്ളിയിടുന്നതാണ്. വ്യത്യാസമുണ്ട് രണ്ട് പദങ്ങളിൽ. दोनों ग्रुप का जो ये है कि पहला ग्रुप जो था वो अपने आप जो गिर गया है, दूसरा जो है दूसरे ने परमेश्वर ने धक्का देकर गिराया है. 5 വാക്യം നാം വീണ്ടും ഇങ്ങനെയാണ് വായിക്കുന്നത്, തള്ളിയിടാനുള്ള കാരണം എന്താ? और उसमें 5वें पद में लिखा है कि उसको धक्का देकर गिराने का कारण क्या है. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാത്ത ആളുകളെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. और परमेश्वर के जो प्रसन्न ना दे सका, उसी के कारण उसको 5वें पद में लिखा है, परंतु परमेश्वर उनमें के बहुतों से प्रसन्न ना होने के कारण उनको परमेश्वर ने गिरा दिया. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, തന്നെ വീഴുന്നതും ഒരാള് നമ്മളെ തള്ളിയിടുന്നതും വ്യത്യാസമുണ്ട്. और बहुत श्रद्धा से सुनिएगा कि एक आदमी अपना गिरना और परमेश्वर ने दूसरों को गिराना बहुत अंदर है. ദൈവം ആരെയാണ് തള്ളിയിട്ടത്? 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വ്യക്തമായ കാരണം എഴുതിയിട്ടുണ്ട്. और किसको जो परमेश्वर ने धक्का देकर गिराया, वो 5वें पद में हम देख सकते हैं. അവിടെ വായിക്കുന്നത്, ഇസ്രായേൽ ജനത്തെ 40 വർഷം ദൈവം നടത്തിയ കാര്യങ്ങളെ 1, 2, 3, 4 വാക്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. और वहां हम देख सकते हैं कि परमेश्वर ने मरुभूमि में किस प्रकार उनको जो पालन पोषण किया, 1, 2, 3 करके जो स्पष्ट रूप में लिखा गया है. ദൈവം നടത്തിയ ആളുകളെ കുറിച്ച്, വിധങ്ങളെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. परमेश्वर ने किस प्रकार उनको पालन पोषण किया, किस प्रकार उनको चलाया, सब विषय सब विवरण उधर दिया गया. അവരെല്ലാവരും ദൈവത്തിന്റെ കരങ്ങൾ കൂടെയാണ് മുൻപോട്ട് നടന്നത് നീണ്ട 40 വർഷം. और ये 40 वर्ष परमेश्वर का परिपालन अनुभव करके आगे जो गया हुआ लोग है, ये लोग. അവിടെ നാം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നത്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെല്ലാവരും ഒരേ അനുഗ്രഹത്തിന് കീഴിലായിരുന്നു. ये जो परमेश्वर ने जिसको धक्का देकर गिराया, उन लोगों के बारे में लिखा है कि और सब ने एक ही आदमी जल पिया, क्योंकि वे उस आदमी के चट्टान से पीते थे जो उनके साथ साथ चलती थी, और वह चट्टान मसीह था. എന്നാൽ ചിലരിൽ ദൈവം പ്രസാദിച്ചില്ല. लेकिन कुछ लोगों का जीवन में परमेश्वर का प्रसन्नता नहीं था. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? ദൈവം കുറച്ചുപേരെ തള്ളിക്കളഞ്ഞു. और उसमें से कुछ लोगों के ऊपर परमेश्वर प्रसन्न नहीं हुआ, इसीलिए उन लोगों को प्रभु ने മരുഭൂമിയാകുന്ന ഈ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നുപോയ ആളുകളെ ദൈവം തള്ളിക്കളഞ്ഞു.
इस मरुभूमि यात्रा में आज हम ये जो मरुभूमि यात्रा में है, अगर परमेश्वर का कार्य का उल्लंघन करके अगर हम जीवन बिताएं तो परमेश्वर हमको नीचे गिराएगा। 40 വർഷം ദൈവം നടത്തിയ വഴികളെ മനഃപൂർവ്വം മറന്നു കളഞ്ഞ ആളുകളെ ദൈവം തള്ളിക്കളഞ്ഞു. परमेश्वर ने 40 वर्ष किस प्रकार उनको पालन पोषण करके चलाया, उस कार्य को जो लोग इस्राएली लोग भूल गया. അനുഭവിച്ച അനുഗ്രഹങ്ങളെ നന്മകളെ ഉപകാരങ്ങളെ മറന്നുപോയ ഒരു കൂട്ടം ആളുകൾ ദൈവം തള്ളിക്കളഞ്ഞു. जो अनुभव किया हुआ विषय को 1 मिनट के अंदर उन लोग भूल गया, उसी के लिए परमेश्वर ने धक्का देकर उनको गिराया. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ജീവിക്കുന്ന ഈ മരുഭൂയാത്രയിൽ എത്രയെത്ര ആളുകളെയാണ് ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നത്. प्रिय भाई और बहनों, आज इस मरुभूमि यात्रा में अगर परमेश्वर के कार्य के अनुसार अगर जीवन ना बिताए, परमेश्वर को प्रसन्न ना करे, कितने लोगों को परमेश्वर ऐसा धक्का देकर गिराया होंगे. ഒരു സമയത്ത് അനുഗ്രഹം പ്രാപിച്ച ആളുകൾ, ഒരു സമയത്ത് ദൈവികമായ നന്മ അനുഭവിച്ച ആളുകൾ ഇന്ന് അവർ ദൈവത്തിന് മുൻപാകെ മറുതൽക്കുന്നവരാണ്, പിറുപിറുക്കുന്നവരാണ്, ദൈവത്തിന്റെ വഴികളെ മറക്കുന്നവരാണ്. प्रिय भाई और बहनों, एक दिन ऐसा था कि परमेश्वर से अनुग्रह प्राप्त किया, परमेश्वर से भलाई अनुग्रह प्राप्त किया हुए लोग आज गिरा हुआ अवस्था में है. ഇന്ന് അവർ ആ നന്മകളെ ഓർക്കുന്നില്ല, ഇന്ന് അവർ ആ വഴികളെ മറന്നുപോയി. ഇന്ന് അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ശക്തിയാണ്. ഒരിക്കലും അത് ശരിയായ കാര്യമല്ല. उसमें कई लोग यही सोचते हैं कि जो मैं खड़ा हूँ मेरा शक्ति के अनुसार है, इसलिए वो उनका जो पालन पोषण जो किया हुआ 40 वर्ष विषय हमेशा के लिए याद नहीं किया. സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ച ആളുകളെ, ദൈവത്തിന്റെ കൃപ മറന്നവരെ ദൈവം തള്ളിക്കളഞ്ഞു. और निज शक्ति के ऊपर खड़ा हो और उनका पालन पोषण किया हुआ अवस्था को भूल जाए तो परमेश्वर उनको जरूर दंड देगा. നാം ജീവിക്കുന്ന മരുഭൂയാത്രയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ അപകടമാണ് സ്വയമായി നിൽക്കാൻ ശ്രമിച്ചവരെ, ആഗ്രഹിച്ചവരെ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരെ ദൈവം തന്റെ കൃപയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. और ये मरुभूमि जीवन में जो दूसरा जो ग्रुप है, हम ऐसे देख सकते हैं कि जो प्रभु यीशु मसीह को प्रसन्न ना किया, प्रभु यीशु मसीह के कार्य के अनुसार नहीं चला, उन लोगों को परमेश्वर ने धक्का देकर गिराया बोल के हम देख सकते हैं. 4 മൂന്നാമത്തെ കാര്യം, और तीसरा विषय മരുഭൂമിയിൽ ഹൃദയം കഠിനമാക്കപ്പെട്ടയാൾ. और मरुभूमि जीवन यात्रा में हृदय को कठिन किया हुआ ग्रुप. Hebrew chapter 3 verse 8 and 15 also. Hebrew chapter 3 verse 8 and 15 also. 3 verse 8. Yeah, 3 verse 8 and 15 also. Yeah, both ആ രണ്ട് വാക്യങ്ങളും പറയുന്നത് ഒരേ കാര്യമാണ്. हेब्री पत्रिया 3 अध्याय उसका 8 पद और 8 15 8 और 15 पद. Yeah. ଯେପରି ବିରକ୍ତି ଜନ୍ମାଇବା ସ୍ଥାନରେ ଓ ପ୍ରାନ୍ତରରେ ପରୀକ୍ଷା ଦିନରେ ଘଟିଥିଲା, ସେପରି ଆପଣା ହୃଦୟ କଠିନ ନ କର. അവിടെ ശ്രദ്ധിക്കുക, അവിടെ നാം വായിക്കുന്നത് മരുഭൂമിയിൽ ഹൃദയം കഠിനമാക്കിയവരെ ആക്കിയ കുറെ ആളുകൾ. उस मरुभूमि जीवन में इस विश्वासी लोगों के अंदर कुछ लोग अपने हृदय को कठोर किया. പ്രിയപ്പെട്ടവരെ, ഇത് പഴയ നിയമത്തിലേക്ക് നാം പോകുമ്പോൾ 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദയനീയമായ പരാജയമാണ് അവരുടെ കഥനകഥയാണ്. जिसका मन को कठोर किया हुआ उन लोगों के बारे में अगर हम सोचूं, इन लोग इस्राएली लोग 40 वर्ष मरुभूमि में परमेश्वर का एक माँ अपने बच्चों को पालन पोषण किया है, उसी प्रकार पालन पोषण किया हुआ अनुभव किया हुआ लोग हैं. ദൈവം ചെയ്ത നന്മകൾ അനുഭവിച്ച് തീർക്കുന്നതിന് മുൻപ്, ദൈവം ചെയ്ത നന്മകൾ അവരുടെ നാവിൽ നിന്ന് അതിന്റെ രുചി മാറുന്നതിന് മുൻപ് ദൈവത്തോട് മറുതലിച്ച ആളുകൾ, ഹൃദയം കഠിനപ്പെടുത്തിയ ആളുകൾ. जो लोग परमेश्वर का अनुग्रह प्राप्त करके खत्म होने से पहले उस परमेश्वर का विरुद्ध में खड़ा हुआ लोग है. ये लोग अपने हृदय को कठोर किया हुआ लोग. നാം ജീവിക്കുന്ന ഈ ആത്മീക ജീവിതത്തിൽ ഇതെത്രയോ യാഥാർത്ഥ്യമേറിയ കാര്യമാണ്. ഹൃദയം കഠിനപ്പെടുത്തി മുൻപോട്ട് പോകുന്ന ഒത്തിരി ആളുകളെ നാം നമ്മുടെ യാത്രയിൽ കാണുന്നുണ്ട്. आज हमारे जीवन को हम थोड़ा सा परीक्षा करें, जांचे परखें कि आज ऐसा नहीं है कि हम लोग जो परमेश्वर का पिछले दिनों में, पिछले वर्षों में जो अनुग्रह प्राप्त होने के बाद हमारा हृदय को कठोर करके आज हम जीवन बिता रहे. ഇത് രാത്രിയിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടു കൂടെ ചോദിക്കട്ടെ.
എവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ സ്ഥിതി? ദൈവത്തിന് മുൻപാകെ നിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താ? आज बहुत प्रेम सहित आप लोगों से मैं सवाल पूछना चाहूँगा कि ये स्थान पर हमारा अवस्था किस प्रकार है? पालन पोषण करके हमें जो चलाने के बाद भी अगर हम अपना हमारा हृदय को कठोर करके आज हम जीवन बिता रहे हो, ഹൃദയം കഠിനപ്പെടുത്തുന്നത് ആപത്കരമാണ്, വലിയ ദോഷത്തിലേക്ക് പോകും. और ये जो हमारा हृदय को अगर कठोर करे एक अपाय है, एक डेंजर है. ഞാൻ ഇന്നലെ രാത്രി മൈദൽപൂരുള്ള ഒരു സഭയിൽ സംസാരിച്ചപ്പോൾ യോനയുടെ വിഷയമാണ് സംസാരിച്ചത്. യോനയ്ക്ക് സംഭവിച്ച കാര്യം അവിടെ പറയുകയുണ്ടായി. और पिछले दिन में जो मैदलपुर में हमारे असेंबली में जो वचन दिया उस समय यूनुस के बारे में, योना के बारे में हमने बताया था. യോനായുടെ ജീവിതം കൂടുതൽ കൂടുതൽ കഠിനതയിലേക്ക് നീങ്ങി അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ കഠിനതയിലേക്ക് മാറി ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും. योना का जीवन प्रतिदिन जो है उनका हृदय को कठोर करके आगे गया बोलकर हम वहां पे देख सकते हैं. ഹൃദയത്തിന്റെ കഠിനതയാണ് ഒടുവിൽ 4-ാം അധ്യായത്തിൽ യോന ചെയ്യുന്നത്. അവൻ ദൈവത്തോട് കോപിച്ചു. उसका अनंतर फल क्या हुआ कि 4 अध्याय में यूनुस जो है परमेश्वर के ऊपर गुस्सा किया और क्रोधित होकर परमेश्वर से बात किया बोलकर 4 अध्याय में पढ़ सकते हैं. യോന ദൈവത്തിന്റെ ദാസനാണ്, പ്രവാചകനാണ്, ദൈവമകനാണ്. പക്ഷേ അവൻ ദൈവത്തോട് കോപിക്കുകയാ. ജീവിതത്തിന്റെ യാതൊരു കാര്യങ്ങളും അവന്റെ പഠനത്തിലേക്ക് വരാത്ത, അനുഭവത്തെ മാതൃകയിലേക്ക് വരാൻ കഴിയാതെ അവന്റെ ഹൃദയം മേൽക്കുമേൽ അത് കഠിനപ്പെടുകയാണ്. योनस के बारे में हम देख सकते हैं कि वो एक भविष्यवक्ता था और परमेश्वर का दास था और उनका एक चलन, एक आगे उनका स्टेप में परमेश्वर का विरुद्ध में वो रहना आरंभ किया. ഞാനും നിങ്ങളും വേലയിലാണ്, ഞാനും നിങ്ങളും ദൈവമക്കളാണ്, ശരിയാണ്, നാം ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. आज हम हमारे बारे में अगर सोचो, हम लोग प्रभु विश्वासी लोग हैं, प्रभु का आज्ञा को पालन करने वाला है, प्रभु की इच्छा के अनुसार चलने वाला है, लेकिन कभी कभी ऐसा नहीं हुआ कि परमेश्वर के सामने हमारा हृदय को कठोर करके हम रहते हैं. എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? क्या वास्तविक रीति में क्या हुआ था? ഒരു കാര്യം നാം നഷ്ടപ്പെടുത്തി. एक विषय हमने नष्ट किया है. നമുക്ക് ദൈവത്തോടുള്ള അടുപ്പം കുറഞ്ഞു. We have lost an intimacy with the Lord. परमेश्वर के साथ जो हमारा संपर्क है, जो इंटिमेसी है, नष्ट हो गया है. നാം വിശ്വാസിയാണ്, നാം വേലക്കാരാണ്, കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും നാം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, അത് ഇന്റിമസിയാണ്. അത് നമുക്കില്ലാതെയായി. और हम परमेश्वर का विश्वासी, परमेश्वर का संतान है, परमेश्वर का दास लोग हैं, लेकिन परमेश्वर के सहित हमारा जो इंटिमेसी जो है, उनके साथ जो रहने का जो सहभागिता है, उसी में शायद हमारे जीवन में कुछ കാറ്റനുസരിച്ചു, മത്സ്യമനുസരിച്ചു, ചെറിയ ചെടി അനുസരിച്ചു, പിന്നെ പുഴുവനുസരിച്ചു, പക്ഷെ യോനനുസരിച്ചില്ല. वहाँ पे हम देख सकते हैं कि आदि से लेकर अंत तक हम पढ़ते समय वहाँ पे एक मछली अनुसरण के साथ मछली उनका कहना, परमेश्वर का बात को सुना, पवन सुना, और वो एक जो पेड़ को लगाया था, पेड़ भी सुना, लेकिन एक व्यक्ति परमेश्वर का वचन को सुना नहीं, वो यूनुस था. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ അനുഭവമാണ്. നാം ഹൃദയം ദൈവം മുൻപാകെ കഠിനപ്പെടുത്തുകയാണ്. ഒരു ചിന്ത ചോദിക്കട്ടെ, കഴിഞ്ഞ കാലങ്ങൾ വെച്ച് ഇന്ന് എന്റെ ഹൃദയത്തിന്റെ നില ദൈവവുമായിട്ട് എങ്ങനെയാണ്? എനിക്ക് ദൈവവുമായിട്ട് അടുപ്പമുണ്ടോ? आज एक सवाल मैं आप लोगों से पूछना चाहूँगा कि आज रात का समय हमारा इंटिमेसी, हमारा संपर्क प्रभु के साथ किस प्रकार है? ഹൃദയം കഠിനപ്പെട്ടാൽ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. अगर हमारा हृदय अगर कठोर हो गया तो कोई भी हमसे बात करे, वो कोई फायदा नहीं उसका. എത്ര വചനം കേട്ടാലും മാറ്റമുണ്ടാവുകയില്ല. कितना वचन सुनने से भी उसका कोई हमारे जीवन में कोई परिवर्तन नहीं होता है. എന്തുകൊണ്ടാണ് നാം ഹൃദയം കഠിനപ്പെടുത്തുന്നത്? ഒരൊറ്റ കാര്യമാണ്. किस लिए हमारा हृदय को कठोर करते हैं? കഷ്ടത വരുമ്പോഴും പ്രയാസം വരുമ്പോഴും ദൈവത്തിന്റെ പദ്ധതി അനുസരിക്കാൻ, മനസ്സിലാക്കാൻ പരാജയപ്പെടുമ്പോൾ ഹൃദയം കഠിനപ്പെടും. और कष्ट आते समय और कोई समस्या हमारे जीवन में आते समय परमेश्वर का योजना, परमेश्वर का प्लान किस प्रकार है, उसी के आधार पर हमें चलने के लिए हमें नहीं हो पा रहा है. സങ്കീർത്തനം 119 വാക്യം. How many of you know that word? भजन संहिता 119 अध्याय उसका 71 पद. Can you say from audience? That's a very important word.
Don't say that by Bible. Don't say. Don't look. It's a very important word. Can you say that? 71, verse 71. Yes? Anybody? Now you can read, please. मुझे जो दुख हुआ वह मेरे लिए भला ही हुआ, जिससे मैं तेरी विधियों की सीख सकूं. ശരിയാണോ? ആ. ഞാൻ അല്ലേ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ഗുണമായി. मुझे जो दुख हुआ वह मेरे लिए भला ही हुआ है, जिससे मैं तेरी विधियों को सीख सकूं. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ വരുന്നത് ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിക്കാനാ, ദൈവത്തിന്റെ പ്രമാണം പഠിക്കാനാ, ദൈവത്തിന്റെ വ്യവസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. जो हमारे जीवन में जो कष्ट आते हैं, जो प्रतिसंधि आते हैं या प्रतिकूल अवस्था से हमें जाना पड़ता है, वो हमारा एक गुण के लिए है, हमारा भलाई के लिए है. പ്രശ്നങ്ങളും ഭാരങ്ങളും നമുക്ക് ദിശാബോധം നൽകണം. ये जो प्रश्न समस्या हमारे जीवन में आते समय हमारे जीवन में एक हो जाना चाहिए. നഷ്ടങ്ങൾ നമുക്ക് ആത്മപരിശോധന നൽകണം. और ये जो कष्टता नष्टता सो जो भी हमारा जीवन में आ रहा है, हमें एक हमारे जीवन को जांचने के लिए, हमारे जीवन को परखने के लिए समय है. പ്രതികൂലങ്ങൾ തിരുത്താനായിട്ട് മനസ്സുണ്ടാവണം. ऐसा प्रतिसंधि आते समय हमारे जीवन का कमी से हमें उसको अलग करने के लिए, उसका करेक्शन करने के लिए हमें आवश्यक है. 110 സങ്കീർത്തനം 51 വാക്യമാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് എങ്ങനെയാണ് വായിക്കുന്നത്? നിന്റെ ചട്ടങ്ങൾ എനിക്കത് ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു. और 119 अध्याय उसका 51 शायद उसी में हम देख सकते हैं कि तेरा जो I think 51. तेरा वजन 51 I think. Psalms, yeah. 54. Your statutes are my songs. यहाँ मैं परदेशी होकर रहता हूँ, वहाँ तेरी विधियाँ मेरे गीत गाने का विषय बनी है. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. ദൈവത്തിന്റെ വചനം എത്ര നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. प्रभु का वचन प्रिय भाई और बहनों हमारे जीवन में कितना मूल्य है. മരുഭൂമിയിൽ ഹൃദയം കഠിനമാക്കപ്പെട്ട കുറേ ആളുകൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയം ദൈവം മുൻപാകെ ഏറ്റവും വിനയപ്പെടേണ്ടത് ആവശ്യമാണ്. जो मरुभूमि अर्थात हमारे जीवन में अगर कोई कठोर अवस्था में आज है, तो एक नम्रता हमारे जीवन में आना बहुत आवश्यक है. യോഹന്നാൻ സ്നാപകൻ എങ്ങനെയാണ് പറഞ്ഞത്? നീയോ വളരണം, ഞാനോ കുറയണം. यूहन्ना ने कहा कि तू बढ़ना चाहिए, मैं कम होना चाहिए. എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ദൈവം മുൻപാകെ എത്രത്തോളം താഴാം, ദൈവം നടത്തിയ വഴികള്, ദൈവം തന്ന നന്മകള്, അനുഗ്രഹങ്ങള്, ജീവിതത്തിന്റെ എത്ര വലിയ മേച്ചിൽപ്പുറങ്ങളുമാകട്ടെ, എത്രത്തോളം താഴാമോ അത്രത്തോളം താഴുക. परमेश्वर से जितना भी अनुग्रह हमें प्राप्त होने के बाद हमें जितना भी प्रभु का चरणों पर नीचे नम्र होकर रहे, वो प्रभु हमारे जीवन में चाहते हैं. എന്റെ വാക്കുകൾക്ക് ഞാൻ അവസാനം കുറിക്കാൻ പോവുകയാണ്. ആളുകളെ കൂടെ പറഞ്ഞു मेरा संदेश को यहाँ और एक विषय को कहकर मैं समाप्त करना चाहूँगा. നാലാമത്തെ ആളുകൾ, तो फोर्थ ग्रुप, മരുഭൂമിയിൽ കൃപ കണ്ടെത്തിയ ആളുകൾ, those who found the grace in the wilderness. मरुभूमि में अनुग्रह प्राप्त किया हुआ लोग. Jeremiah chapter 31 verse 2. यिर्मयाह उसका 31 verse 2. 31 Yeah. उसका दूसरा 31 उसका दूसरा पद. ସଦାପ୍ରଭୁ କଥା କହନ୍ତି, ଖଡ଼ଗରୁ ରକ୍ଷାପ୍ରାପ୍ତ ଲୋକମାନେ ପ୍ରାନ୍ତର ଅନୁଗ୍ରହ ପ୍ରାପ୍ତ ହେଲେ, ଅର୍ଥାତ୍ ଆମ୍ଭେ ତାହାକୁ ବିଶ୍ରାମ ଦେବା ପାଇଁ ଗମନ କଲାବେଳେ ଇସ୍ରାଏଲ ତାହା ପ୍ରାପ୍ତ ହେଲା. यहोवा यूं कहता है, जो प्रजा तलवार से बच निकली उन पर जंगल में अनुग्रह हुआ, मैं इस्राएल को विश्राम देने के लिए तैयार हुआ. എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ്. മരുഭൂമിയിൽ കൃപ കണ്ടെത്തിയ കുറേ ആളുകൾ. जंगल में अनुग्रह हुआ, अनुग्रह प्राप्त हुआ जंगल में.
മരുഭൂമിയിൽ വീണുപോയ ആളുകളെ കുറിച്ച് നാം കേട്ടു. मरुभूमि में गिरा हुआ लोगों के बारे में हम सुना. മരുഭൂമിയിൽ തള്ളിയിട്ട ആളുകളെ കുറിച്ച് കേട്ടു. मरुभूमि में जो परमेश्वर ने धक्का देकर गिराया हुआ ग्रुप को देखा. മരുഭൂമിയിൽ ഹൃദയം കഠിനപ്പെടുത്തിയ ആളുകളെ കുറിച്ച് കേട്ടു. मरुभूमि में हृदय को कठोर किया हुआ लोगों के बारे में देखा. ഒടുവിൽ ഒരു കൂട്ടം ആളുകളെ നാം ശ്രദ്ധിക്കുന്നു. ഈ മരുഭൂമിയിൽ, ഒരേ മരുഭൂമിയിൽ എവിടെ കുറെ ആളുകൾ വീണു, എവിടെ കുറെ ആളുകളെ ദൈവം തള്ളിയിട്ടു, എവിടെ കുറെ ആളുകളെ ഹൃദയം കഠിനമാക്കി, അവിടെ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയ ആളുകൾ. और एक 14 ग्रुप अभी हम देख रहे हैं कि जो गिरा हुआ, जो गिराया है, और इन तीनों ग्रुप से भी अलग एक जंगल में, मरुभूमि में परमेश्वर का अनुग्रह प्राप्त किया हुआ कुछ लोग. പ്രിയപ്പെട്ടവരെ, അന്തരീക്ഷം ഒരുപോലെയാണ്, സാഹചര്യം ഒരുപോലെയാണ്, പ്രതികൂലങ്ങൾ ഒരുപോലെയാണ്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ അവിടെയും കൃപ കണ്ടെത്തി. वो ये जो सारे लोग, ये चारों ग्रुप एक ही जगह पर, एक ही स्थान पर मरुभूमि में रह रहा था. हर अवस्था उनके जीवन में था, लेकिन 3 ग्रुप इस प्रकार जो नाश हुआ, लेकिन एक ग्रुप में परमेश्वर का अनुग्रह मरुभूमि में प्राप्त हुआ. ഈ മരുഭൂമിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ദൈവത്തിന്റെ കൃപയാണ്. यही मरुभूमि यात्रा में प्रिय भाई और बहनों, हमें भी आवश्यक विषय है प्रभु का अनुग्रह, प्रभु का कृपा. കൃപ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ये परमेश्वर से जो कृपा और अनुग्रह प्राप्त करना बहुत अनिवार्य विषय है. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ഞാൻ ആകുന്നത് അവന്റെ കൃപയാണ്. प्रेरित पौलुस इस प्रकार कहा कि अगर मैं जो खड़ा हूं, ये प्रभु का अनुग्रह और कृपा की वजह से है. നാം എത്ര കഴിവുള്ളവരാണ്, എത്ര ശക്തരാണ്, എത്ര ബുദ്ധിയുള്ള ആളുകളാണ്, പക്ഷേ പൗലോസ് പറയുകയാണ്, ഞാൻ നിൽക്കുന്നത് ഈ കൃപയാണ്. और प्रिय भाई और बहनों, अगर जितना भी शक्ति हो हमारा, हम जितना भी ताकत वाले हो, कितना धन संपत्ति वाले हो, लेकिन प्रेरित पौलुस जैसे बोलता है कि जो मैं खड़ा हूं, मेरा द्वारा नहीं, मेरे शक्ति द्वारा नहीं, प्रभु का अनुग्रह कृपा का कारण. ഇന്ന് രാത്രിയിൽ എത്ര ആളുകൾക്ക് കുടുംബമായി നിന്നുകൊണ്ട് പറയാൻ കഴിയും, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപ, ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ, ഈ മരുഭൂമിയിൽ എനിക്ക് ദൈവത്തിന്റെ കൃപ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. और ये स्थान पर जो बैठे हुए प्रिय भाई और बहनों, कितने लोगों को आज ये बोल सकता है कि आज मैं जो हूँ, आज हूँ मैं, ये प्रभु का अनुग्रह कृपा का कारण है. നടന്ന വഴികൾ ഓർത്താൽ, അനുഭവിച്ച പ്രതികൂലങ്ങൾ ഓർത്താൽ, വേദനിച്ച ദിവസങ്ങൾ ഓർത്താൽ നിൽക്കാനായിട്ട് ഒരു സാധ്യതയും ജീവിതത്തിലില്ലായിരുന്നു. और हमारा पिछला अवस्था अगर हम देखते हैं, हम चला हुआ समय, हम जो स्थान पर जो परेशानी में था, दुख में था, समस्या में था, अगर वो सब अगर याद करें तो ये स्थान पर खड़े होने के लिए हमारे जीवन में कोई योग्यता नहीं. വീഴുവാൻ തക്കവണ്ണം എന്നെ പലരും തള്ളി തകർന്നു പോകുമെന്ന് വിചാരിച്ച പല സ്ഥലങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞത് ഈ ദൈവത്തിന്റെ കൃപയാണ്. अनेक लोग शायद हमारे बारे में सोचा होगा कि ये गिर जाएगा, नहीं तो अपने आप सोचा होगा कि मैं गिर जाऊंगा, मैं खड़े नहीं हो सकता, लेकिन उस स्थान पर खड़े होने के लिए शक्ति जो दिया है परमेश्वर का कृपा और अनुग्रह के कारण. ബൈബിളിൽ എത്ര ആളുകൾ ഈ കൃപയെ ലഭിച്ച ആളുകളുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ये जो अनुग्रह प्राप्त किया, कितने लोग, दास लोग पुराने नियम में और नए नियम में हम पा सकते हैं. നോഹ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചു. നോഹ परमेश्वर का अनुग्रह प्राप्त किया. നാം വായിക്കുന്നത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്നാൽ ഇംഗ്ലീഷിൽ അല്പം കൂടി അത് വിശദീകരിച്ച് പറയുകയാണ്, the Noah found the grace in the eyes of the Lord. नोह के बारे में लिखता है कि परमेश्वर ने प्रभु का अनुग्रह प्राप्त हुआ, और इंग्लिश में इस प्रकार लिखा है कि परमेश्वर का नजरों में वो प्रभु का अनुग्रह. ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് കൃപ പ്രാപിച്ച ഭക്തൻ, प्रभु का आंखों के सामने नोह अनुग्रह और कृपा प्राप्त किया बोलकर अभी हम അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നോഹയ്ക്ക് ദൈവവുമായിട്ട് ഒരു നല്ല ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. उसका अर्थ यह है कि परमेश्वर को नोह और परमेश्वर के साथ एक घनिष्ठ संपर्क था. ലോകം മുഴുവനും പാപത്തിൽ ജീവിച്ചപ്പോഴും, ലോകം മുഴുവൻ നശിച്ചപ്പോഴും നോഹ ദൈവത്തിന്റെ കണ്ണിൽ നോക്കി കൃപ പ്രാപിച്ചു. और दुनिया सारे पाप में फंसे हुए, पाप में गिरे हुए अवस्था में वो जो नूह और परमेश्वर के सईद रहा और उनका अनुग्रह कृपा अनुभव करने के लिए അനുഗ്രഹം പായ. ഇനി എത്ര ആളുകളെ കുറിച്ച് പറയണം. അബ്രഹാം, മോശ, ജോബ്, ഏലിയാവ്, ദാനിയേൽ, പൗലോസ്, അങ്ങനെ എത്ര ഭക്തന്മാർ ഈ കൃപയിൽ ശരണപ്പെട്ടിട്ടുണ്ട്. प्रिय भाई और बहनों, यही मरुभूमि में रहने वाले अनेक लोग, अनेक दास लोग यही स्थान पर परमेश्वर का अनुग्रह प्राप्त किया बोलकर हम बाइबल में पढ़ सकते हैं. നമുക്ക് ജീവിതത്തിൽ മറ്റൊന്നും ഇല്ല എന്ന് വരികിലും, മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഇല്ല എന്ന് വരികിലും, ഇത് മാത്രം ജീവിതത്തിൽ മതി. മരുഭൂമിയിൽ കൃപ കണ്ടെത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധന്യതയാണ്. प्रिय भाई और बहनों, हमारे जीवन में और कुछ भी नहीं है,
दुख होने का कोई जरूरत नहीं, ये बस एक ही काफी है, एक ही काफी है, परमेश्वर का कृपा और अनुग्रह। ഈ കൃപ തലമുറകളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഈ നന്മ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ധന്യമേറിയ കാര്യമാണ്. और ये अनुग्रह और कृपा खाली हम नहीं, हमारे संतानों को आगे पीढ़ी को भी अगर दे, और कितना अनुग्रह का विषय। സുവിശേഷ വേളയിലും ആത്മീയ ജീവിതത്തിലും നാം ശരണപ്പെടേണ്ടതും ഈ കൃപയിലാണ്. ദൈവത്തിന് സ്തോത്രം. जो सुवार्ता सुसमाचार प्रचार में और हमारे विश्वास जीवन में ये अनुग्रह कृपा हमें अनुभव करना बहुत। ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാ. ഈ കൃപയില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് ഈ ഭൂമിയിൽ പട്ടുപോകുമായിരുന്നു. और हम सब मिलकर एक स्वर में यही कहें, आज मैं जो खड़ा हूँ परमेश्वर का कृपा से है, अगर ये कृपा ना होता हम ये स्थान पर कभी नहीं हो सकते. ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയ കുടുംബങ്ങൾ, ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയ ആത്മീയ ജീവിതങ്ങൾ, ദൈവ കൃപ കണ്ടെത്തിയ ദൈവസഭകൾ ഇന്നും ഈ ഭൂമിയിലുണ്ട്. और ये जो कृपा अनुग्रह प्राप्त हुई अनेक लोगों को आज ये मिट्टी में ये मरुभूमि हम देख सकते हैं. പ്രിയ സന്ദേശാന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോലി ലോകപ്രകാരം നല്ലൊരു ജോലി വേണമെങ്കിൽ അങ്ങനെ മുൻപോട്ട് പോകാമായിരുന്നു. सन्नी पर उनका परिवार के बारे में दृष्टांत बोलकर उदाहरण बोलकर हमारे सामने है, और ऐसा नौकरी दोनों को नौकरी मिला था, लेकिन वो छोड़कर यही स्थान पर आया. परमेश्वर का कृपा उस कारण अनुग्रह, बहुत अनुग्रह. എനിക്കറിഞ്ഞുകൂടാ, നീണ്ട വർഷങ്ങൾ ഒറീസയുടെ മണ്ണിൽ, ജയ്പൂരിന്റെ മണ്ണിൽ ദൈവം അവർക്ക് കൊടുത്ത കയ്പും വേദനയും ഒക്കെ നിറഞ്ഞ എത്രയോ വർഷങ്ങൾ. और हम जानते हैं कि प्रिय भाई ये स्थान पर जो प्रभु का सेवा करने के लिए आया, कठिनाइयां और कटुआ विषय बहुत कुछ उनको अनुभव करना पड़ा, लेकिन प्रभु का अनुग्रह उनका साथ रहा. സമാധാനം വെക്കാൻ കഴിയാത്ത എത്ര അനുഭവങ്ങൾ, പക്ഷേ ഇത് രാത്രിയിൽ ആ സാക്ഷ്യം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാനിടയായി. आज रात का समय प्रिय बहन का जो साक्षी मेरा हृदय को टच किया है. ഒറ്റ കാര്യമാണ് അവന്റെ ആകത്തുക എന്ന് പറയുന്നത്, നിൽക്കുന്നത് കൃപയാ. और आज हम जो खड़े हैं प्रभु का कृपा, അനുഭവിക്കുന്നത് മുഴുവൻ ദൈവകൃപയാണ്. और जो हम अनुभव करते हैं वो एक परमेश्वर का कृपा और अनुग्रह की वजह से. ഇത് രാത്രിയിൽ നമുക്കും ആ കുടുംബത്തോട് ചേർന്ന് പറയാം, മരുഭൂമിയിൽ കൃപ കണ്ടെത്തിയ ധാരാളം ആളുകളോടുകൂടെ എനിക്കും ആ കൃപ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് എത്രയോ ധന്യമാണ്, അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. वो जो सुना हुआ जो साक्षी के सहित आज हमें भी यही स्थान पर यही कहे कि परमेश्वर का कृपा हम अनुभव करके ये मरुभूमि में हम आगे बढ़ूंगा. വീണുപോയവരെ നോക്കണ്ട, ഹൃദയം കഠിനമാക്കിയവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, തള്ളപ്പെട്ട ആളുകളെയും നോക്കണ്ട. നമുക്ക് മുമ്പിൽ കൃപ പ്രാപിച്ച ധാരാളം ആളുകൾ അവരെന്നും ആ കൃപയിൽ പോകുന്നവരാണ്. गिरे हुए लोगों को हम देखने का जरूरत नहीं, परमेश्वर ने गिराए हुए लोगों को देखने का नहीं जरूरत नहीं, लेकिन आज हम जो है परमेश्वर का अनुग्रह प्राप्त किया हुआ आगे हमारा मसीह जीवन बिताए, ये प्रभु का आग्रह चाह है. കൃപയിൽ നിലനിൽക്കാം, കൃപയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. अनुग्रह में हम खड़े हो और अनुग्रह में आगे चले. ഈ കഴിഞ്ഞ ഒരു മാസവും തീവ്രമായി ഞങ്ങൾ അനുഭവിച്ചത് ഈ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. पिछले एक महीना जो है प्रिय भाई लोग जो है नवरंगपुर में जो अनुभव किया, परमेश्वर का एक कृपा, ये अनुग्रह था. ഈ കൃപ നമ്മളോട് കൂടെ ഉണ്ട്. ये अनुग्रह मेरे साथ है. എല്ലാ പുസ്തകവും അവസാനിക്കുന്നത് കൃപ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന ആശീർവാദത്തോടു കൂടെയാണ്. और हर पत्रिका हम देख सकते हैं कि इससे आखिर में ये लिखा है कि अनुग्रह तेरा संग. കൃപയിൽ ശരണപ്പെടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. उस आश्रय में हम जीवन बिताए. എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. ഓൺ ബിഹാഫ് ഓഫ് മൈ ലീഡർ സംജി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരിലും ടീമിന്റെ പേരിലും മൈമീപ്പിന്റെ പേരിലും ഞങ്ങൾ അനുഭവിച്ച, നിങ്ങൾ കാണിച്ച എല്ലാ നല്ല പ്രയത്നത്തിനും നന്ദി പറയുന്നു. നമ്മുടെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ല. सबको हमारा धन्यवाद देना चाहूँगा प्रिय भाई, और लीड टीम का जो लीडर जो शाम भाई आया है उनका तरफ से जो थैंक्स और धन्यवाद मैं देना चाहूँगा. ഞങ്ങൾ നാളെ രാവിലെ യാത്രയാകും. ഇവിടെ കണ്ടില്ലെങ്കിൽ അങ്ങ് കാണാം. उड़ीसा में आएगा नहीं, इधर नहीं मिला तो ऊपर मिलेगा. उड़ीसा वर्तिल है आएगा. तो यहाँ पे आज भाई लोग जा रहे हैं, लेकिन अगर यहाँ नहीं हुआ, देख नहीं पाया, तो स्वर्ग में हम लोग आपस में मिलेगा. Thank you uncle. Thank you for the answer. Oh, God bless you. Thank you. प्रभु को विशेष धन्यवाद दिए जे प्रभु आमको उत्तम वाक्य देइछन्ति. प्रभु तांको आशीर्वाद करंतु. आ समय मुझे सर अनुरोध कर शेष